എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങളിൽ ഒന്നാണ് ഉണ്ണിയപ്പം. സംഭവം എനിക്ക് ഉണ്ടാക്കാനറിയില്ല, പക്ഷേ എൻ്റെ ഉമ്മച്ചി നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഉമ്മച്ചിനോട് പറയും എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്രാവശ്യം പോയപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞ്. അപ്പോൾ അതിനായിട്ട് ആദ്യം 1/2 കിലോയുടെ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പാനിയാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ ഉണ്ണിയപ്പം നന്നായിട്ട് എടുക്കട്ടെ. പക്ഷെ നമുക്കൊരു അളവും കാര്യങ്ങളും കൃത്യമായിട്ടിരിക്കണം, അല്ലെങ്കിൽ കുളമായിപ്പോവും. അപ്പോൾ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 2 തുല്യ അളവിൽ എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ട ഒരു 3-4 ടീസ്പൂണ് റവ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് എനിക്കറിയില്ല, റവ ചേർക്കാറുണ്ട്. പിന്നെ ശർക്കര നന്നായിട്ട് തണുത്ത ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ അതേ രീതിയിൽ തന്നെ പറയണത്. പിന്നെ ഒരു പഴമുണ്ട്, നമുക്ക് നല്ല ഫ്ലേവറുള്ള ഒരു പഴയ്ക്ക് പേര് ഓർമ്മയില്ല, അത് ഇതിൻ്റെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ല കൈ കൊണ്ട് മിക്സ് ചെയ്യണതാണ്. പിന്നെ ജീരകവും ഏലക്കായും കൂടി വറുത്ത് പൊടിക്കണം കേട്ടോ. പിന്നെ ഒരു തേങ്ങയുടെ ഫുള്ളായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ചിരവിയെടുക്കും, എന്നാലും കുഴപ്പമില്ല. പിന്നെ എള്ളും കൂടെ വേണം. ഇതൊക്കെയാണ് അത്യാവശ്യം ഉണ്ണിയപ്പത്തിന് വേണ്ട സാധനങ്ങൾ കേട്ടോ. അപ്പം ഇനി നമുക്ക് നെയ്യ് എന്തായാലും വേണം, ഇത് തേങ്ങ ഒക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊത്തി വെച്ചിട്ട് തേങ്ങ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറാവരുത്, ഒരു മീഡിയം കളറാകുമ്പോൾ അത്ര മതി. പിന്നെ ആവശ്യത്തിന് എള്ളെടുക്കുക. എള്ളൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു നല്ലൊരു സാധനം തന്നെയാണ്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത അരിപ്പൊടിയുടെ മിക്സ് അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഇട്ട് ഇളക്കാണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ജീരകവും ഏലക്കായും കൂടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും പഞ്ചസാര നമ്മൾ ചേർക്കരുത്. എന്തായാലും ശർക്കര മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ മിക്സ് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അളവെന്ന് പറയാൻ വേണ്ടിയിട്ട്, പാകം. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ശരിയാവില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാകം വരുന്നത്. അത് നമ്മൾ നോക്കി തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റ് വരാം, പിന്നെ ചെയ്ത് പഠിക്കുമ്പോൾ ശരിയാവും. അപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിറകടുപ്പിലാണ് ചെയ്യണത്. അപ്പം അതിലേക്ക് പതുക്കെ കോരൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഭാഗം മുരിയുമ്പോൾ അത് വിട്ട് വരും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് അങ്ങനെ സംഭവം ഏറ്റവും എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഈ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്, അത്രയ്ക്ക് സോഫ്റ്റുമാണ്, അടിപൊളിയാണ് നമ്മളെ ഉണ്ണിയപ്പം.